നമ്മുടെ നായകൻ ജോണിനെ കാണിച്ചുകൊണ്ടാണ് സിനിമ ആരംഭിക്കുന്നത്. വളരെ ഫേമസ് ആയ ഒരു എഞ്ചിനീയറാണ് നമ്മുടെ ജോൺ. അദ്ദേഹത്തിന്റെ മകൻ നേതൻ ഒരു ഡയബറ്റിക് പേഷ്യന്റാണ്. ചെറുപ്പം മുതലേ ഡയബറ്റീസ് ബാധിച്ചിരിക്കുകയാണ് അവന്. എന്നാലും ജോണിന്റെ തിരക്ക് കാരണം നേതനെ കൃത്യമായി പരിചരിക്കാൻ അയാൾക്ക് സാധിച്ചിരുന്നില്ല. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ജോണിന്റെ ഭാര്യ അല്ലിസൺ ജോണുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. ജോണിന്റെ ഭാര്യ എന്ന് പറയുമ്പോൾ നേതന്റെ അമ്മയാണ്, കൺഫ്യൂഷൻ ആവരുത് കേട്ടോ. നാളെ തന്റെ മകന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ ജോലികളെല്ലാം ഇന്ന് നേരത്തെ തന്നെ തീർത്ത് നമ്മുടെ ജോൺ വീട്ടിലേക്ക് വരികയാണ്. അലിസണും അതേസമയം അവിടെ ഉണ്ടായിരുന്നു. തങ്ങളുടെ മകന് വേണ്ടി അങ്ങനെ വീണ്ടും ഒന്നിക്കാൻ അവർ തീരുമാനിക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന ബർത്ത്ഡേ ഫംഗ്ഷനെ കുറിച്ച് ആലോചിച്ച് നേതൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷേ എന്നാൽ അതിലും കൂടുതൽ അവന് സന്തോഷമുണ്ടായത് അവന്റെ അച്ഛനെയും അമ്മയെയും ഒരുമിച്ച് കണ്ടപ്പോഴാണ്. അല്പസമയത്തിന് ശേഷം നമ്മുടെ ജോൺ ടിവിയിൽ ഒരു വാർത്ത കേൾക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ വലിയൊരു കോമറ്റ് ഭൂമിയിൽ വന്ന് പതിക്കുമെന്നായിരുന്നു ആ വാർത്ത. കുറെ നേരമായിട്ട് ഈ വാർത്ത ന്യൂസ് ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ ആറാടുകയാണ്. പക്ഷെ എന്താ, ജനങ്ങളാരും അതത്ര കാര്യമാക്കിയെടുക്കുന്നില്ല. കാരണം ഇതുപോലുള്ള ന്യൂസുകൾ പലപ്പോഴായിട്ട് വന്നിട്ടുണ്ട്. അതൊന്നും തന്നെ ഭൂമിയിൽ എത്തിയിട്ടുമില്ല. കാരണം ഭൂമിയിൽ എത്തുന്നതിന് മുമ്പേ ഓസോൺ പാളിയിൽ വെച്ച് തന്നെ അത് പലപ്പോഴും നശിച്ചു പോയിട്ടുള്ളതാണ്. മാത്രവുമല്ല മുമ്പും ഇതുപോലെ പറഞ്ഞിട്ടുള്ള കോമറ്റുകളെല്ലാം ദിശ മാറിപ്പോയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കാർക്കും ഈ കോമറ്റിനെ കുറിച്ച് യാതൊരു പേടിയും തോന്നിയില്ല. ഒരു സാധാരണ വാർത്തയായി കണ്ട് ജനങ്ങളെല്ലാം അതിനെ അവഗണിക്കുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ ജോൺ നേതനെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകുന്ന വഴിയിൽ വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ജോൺ ശ്രദ്ധിക്കുന്നു. വഴിയിലുടനീളം US ആർമിയുടെ വണ്ടികൾ തമ്പടിച്ചിരിക്കുകയാണ്. മാത്രമല്ല ആകാശത്തിലുടനീളം ഫൈറ്റർ ജെറ്റുകൾ പറന്നുകൊണ്ടേയിരിക്കുന്നു. എന്താണ് കാര്യമെന്ന് നമ്മുടെ ജോണിന് വ്യക്തമായില്ല. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ അവൻ മകനെയും കൂട്ടി ഷോപ്പിങ്ങിന് പോകുന്നു. സൂപ്പർ മാർക്കറ്റിൽ കയറി സാധനങ്ങളൊക്കെ എടുക്കുന്നതിനിടയിൽ ജോണിന്റെ മൊബൈലിലേക്ക് US ഗവൺമെന്റിന്റെ ഒരു ഒഫീഷ്യൽ മെസ്സേജ് വരുന്നു. തൊട്ടു പിന്നാലെ തന്നെ സർക്കാരിന്റെ വക ഒരു പ്രീ റെക്കോർഡഡ് വോയിസ് സന്ദേശവും ജോണിന് ലഭിക്കുന്നു. ജോണും ഫാമിലിയും ഒരു എമർജൻസി ഷെൽട്ടറിന് സെലക്ട് ആയിരിക്കുകയാണെന്നും രാത്രി തന്നെ US ആർമി ബേസിലേക്ക് എത്തിച്ചേരണമെന്നുമായിരുന്നു ആ സന്ദേശങ്ങൾ. ഇതേ സമയം തന്നെ ജോണിന്റെ വീട്ടിലെ ടിവിയിലും ഈ സന്ദേശം കാണിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് മറ്റു ജോലികളിലായിരുന്ന അലിസൺ ഇത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഫോൺ കോൾ കേട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മുടെ ജോൺ നേരെ വീട്ടിലേക്ക് വരുന്നു. എന്താണ് ഇതിന്റെയൊക്കെ അർത്ഥമെന്ന് അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ജോൺ വീട്ടിലെത്തിയപ്പോഴേക്കും നേതന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതിന് വേണ്ടിയിട്ട് അയൽക്കാരെല്ലാം അവിടെ എത്തിയിരുന്നു. ഭൂമിയിൽ പതിക്കാൻ പോകുന്ന ആ കോമറ്റിനെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവരെല്ലാവരും. 2 ദിവസത്തിനുള്ളിൽ കോമറ്റ് ഭൂമിയിൽ പതിക്കുമെന്നും ആൾക്കാരെല്ലാം ജാഗരൂകരായിരിക്കണമെന്നും വാർത്തയിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. മാത്രവുമല്ല ഒരു കോമറ്റ് ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഒരു തത്സമയ ദൃശ്യവും അതോടൊപ്പം തന്നെ കാണിക്കുന്നു. ബർമുഡ ട്രയാങ്കിളിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഈ കോമറ്റ് വന്ന് പതിക്കുമെന്നായിരുന്നു സയന്റിസ്റ്റുകൾ പ്രവചിച്ചിരുന്നത്. പക്ഷെ അവരുടെയെല്ലാം പ്രവചനങ്ങൾ തെറ്റിച്ച് ആ കോമറ്റ് വന്ന് പതിച്ചത് സെൻട്രൽ ഫ്ലോറിഡയിലായിരുന്നു. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ ആ ഭാഗം മുഴുവൻ കത്തിച്ചാമ്പലായി മാറി. വളരെ ചെറിയൊരു കോമറ്റ് പീസാണ് ഫ്ലോറിഡയിൽ വന്ന് പതിച്ചത്. പക്ഷെ അതുണ്ടാക്കിയ ഷോക്ക് വേവ് വളരെ പവർഫുൾ ആയിരുന്നു. മൈലുകൾക്കിപ്പുറമുള്ള നമ്മുടെ ജോണിന്റെ വീട്ടിൽ പോലും അതിന്റെ ആഘാതം അലയടിച്ചു. അതോടുകൂടി അവരെല്ലാവരും വളരെയധികം പേടിക്കാൻ തുടങ്ങി. ഒരു ചെറിയ കോമറ്റ് പീസ് വന്നു വീണപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഭൂമിയിൽ പതിക്കാൻ പോകുന്ന ആ കോമറ്റ് മാനവരാശിയെ തന്നെ ഇല്ലാതാക്കുമോ എന്ന് അവർ ഭയപ്പെട്ടു. ഉടനെ തന്നെ ജോണിന് വീണ്ടും US ഗവൺമെന്റിന്റെ കോൾ വരികയും ടിവിയിൽ നേരത്തെ കാണിച്ചതുപോലെ ആ മെസ്സേജ് കാണിക്കുകയും ചെയ്യുന്നു. ഇത്തവണ നേരത്തെ പറഞ്ഞ ആ ഷെൽട്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു QR കോഡും ജോണിന് ലഭിക്കുന്നു. അതോടുകൂടി അവിടെ വീട്ടിലുണ്ടായിരുന്ന ജോണിന്റെ അയൽക്കാരെല്ലാം അവിടെ നിന്നും ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട് ഗവൺമെന്റ് ജോണിനെ മാത്രം ഇതുപോലൊരു ഷെൽട്ടറിന് വേണ്ടി തെരഞ്ഞെടുത്തു എന്നതായിരുന്നു അവരുടെ വിയോജിപ്പിന് കാരണം. അങ്ങനെ ആ സംഭവത്തിന് ശേഷം ജോണും ഫാമിലിയും കൂടി അവർക്ക് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ആർമി ബേസിലേക്ക് പുറപ്പെടുകയാണ്. പെട്ടെന്ന് ജോണിന്റെ ഒരു അയൽക്കാരി അവരുടെ കുട്ടിയെയെങ്കിലും നിങ്ങളോടൊപ്പം കൊണ്ടുപോകണമെന്നും പറഞ്ഞ് ജോണിന്റെ കാറിന് മുന്നിൽ വന്ന് അപേക്ഷിക്കുന്നു. പക്ഷേ ഗവൺമെന്റ് സെലക്ട് ചെയ്യാത്ത ഒരാളെ കൂടെ കൊണ്ടുപോയി റിസ്ക് എടുക്കാൻ ജോൺ തയ്യാറായില്ല. അങ്ങനെ ജോണും കുടുംബവും ആർമി ബേസിലേക്ക് എത്തിച്ചേരുന്നു. അവിടെ എത്തിയവരെയെല്ലാം ഫ്ലൈറ്റിലേക്ക് കയറ്റിയപ്പോഴാണ് നേതന്റെ ഇൻസുലിൻ ബോക്സ് തങ്ങളുടെ കാറിൽ മറന്നുവെച്ചതായിട്ട് അല്ലിസണും ജോണും മനസ്സിലാക്കുന്നത്. ഉടനെ തന്നെ ഭാര്യയെയും മകനെയും പ്ലെയിനിൽ തന്നെ ഇരുത്തിയിട്ട് ജോൺ വേഗം കാറിനടുത്തേക്ക് മരുന്നെടുക്കുന്നതിനായി പോകുന്നു. ഏറെ നേരമായിട്ടും ജോൺ തിരിച്ചു വരാതായപ്പോൾ അല്ലിസണ് പേടിയാവാൻ തുടങ്ങി. അവൾ ആകെ പാനിക്കായി ആർമി ഉദ്യോഗസ്ഥരോട് കാര്യം പറയുന്നു. അലിസൺ അത് പറഞ്ഞ ഉടനെ തന്നെ ആ ഓഫീസർ പുള്ളിക്കാരിയെയും നേതനെയും ഫ്ലൈറ്റിൽ നിന്നും പുറത്തേക്കിറക്കുന്നു. കാരണം എന്തെങ്കിലും ഒരു അസുഖം ബാധിച്ച ഒരാളെ കൊണ്ടുപോവാൻ ആർമി തയ്യാറായിരുന്നില്ല. ഇതേസമയം ഇൻസുലിനുമായി ജോൺ തിരികെ എത്തുന്നു. കുറെ നേരം തിരഞ്ഞെങ്കിലും അവിടെയുണ്ടായിരുന്ന ഒരു വിമാനത്തിലും അലിസനെയും നേതനെയും കണ്ടെത്താൻ ജോണിന് സാധിച്ചില്ല.
മറുവശത്ത് അലിസൺ ആ ഓഫീസറോട് തന്റെ ഭർത്താവ് ഏതെങ്കിലും വിമാനത്തിൽ കയറിയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ പറയുന്നു. ആ ഓഫീസറാകട്ടെ അതിന് ശ്രമിച്ചെങ്കിലും ജോണിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. അതോടെ അലിസൺ അവിടെ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി വരുന്നു. ഇതേസമയം ജോണാവട്ടെ തന്റെ ഭാര്യയും മകനും വേറെ ഏതെങ്കിലും വിമാനത്തിൽ കാണുമെന്ന് വിശ്വസിച്ച് ആ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ജോണിന്റെ കയ്യിൽ മെഡിസിൻ ബോക്സ് കണ്ട മറ്റൊരു യാത്രക്കാരൻ ജോണിനോട് ചോദിക്കും, മരുന്നുമായിട്ട് നിങ്ങളെങ്ങനെ ഇതിലേക്ക് വന്നു? അസുഖബാധിതരായ അവരെ കൊണ്ടുപോയില്ല എന്നാണല്ലോ ആർമി ഉദ്യോഗസ്ഥർ പറഞ്ഞത്. മാത്രമല്ല എന്റെ സഹോദരിയെ അവർ ഇക്കാരണം പറഞ്ഞ് ഇറക്കിവിടുകയും ചെയ്തു. അതോടെ തന്റെ ഫാമിലി ഒരു വിമാനത്തിലും കയറിക്കാണില്ല എന്ന് ജോൺ ചിന്തിക്കുന്നു. അങ്ങനെ ജോൺ വേഗത്തിൽ ആ വിമാനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങാൻ നോക്കിയപ്പോഴേക്കും ബേസ് ക്യാമ്പിന് പുറത്ത് തടിച്ചുകൂടിയ ജനങ്ങൾ അക്ഷമരായി വിമാനത്തിൽ കയറുന്നതിന് ആർമിയുടെ സുരക്ഷാ കവചങ്ങളെല്ലാം തകർത്ത് അകത്തേക്ക് ഓടിക്കയറാൻ തുടങ്ങി. വരാൻ പോകുന്ന വൻ ദുരന്തത്തിൽ നിന്നും രക്ഷ നേടാനായി ആ ജനക്കൂട്ടം വിമാനത്തിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നു. അവർ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ച് ആർമിക്ക് നേരെ വെടിയുതിർക്കാൻ തുടങ്ങി. അതോടെ ആർമി ഉദ്യോഗസ്ഥർക്കും മറ്റു വഴിയില്ലാതെ ആ ജനങ്ങൾക്ക് നേരെ തുരുതുര വെടിവെക്കാൻ തുടങ്ങി. അതിനിടയിൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, ഫ്യൂൽ നിറച്ചുകൊണ്ടിരുന്ന ഒരു വിമാനം തീപിടിച്ച് പൊട്ടിത്തെറിക്കുന്നു. നിരവധി ആളുകൾ ആ അഗ്നിയിൽ വെന്ത് മരിക്കുന്നു. ആർമി ഓഫീസിന് വെളിയിൽ നിൽക്കുകയായിരുന്ന അലിസൺ ഈ എക്സ്പ്ലോഷൻ കണ്ട് വിറച്ചുപോയി. ജോൺ അതിലുണ്ടായിരിക്കുമോ എന്ന് അവൾ ഭയന്നു. പക്ഷേ എങ്കിലും അവൾ പ്രതീക്ഷ കൈവിട്ടില്ല. ഒരു തുണ്ട് കടലാസിൽ ഞാനും മകനും എന്റെ അച്ഛന്റെ അടുത്തേക്ക് പോവുകയാണ്, സുരക്ഷിതമായി ഞങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് എഴുതി അവരുടെ കാറിൽ വയ്ക്കുന്നു. ശേഷം അവിടെ നിന്ന് മകനെയും കൂട്ടി പോകുന്നു. അല്പസമയത്തിന് ശേഷം അവരെ അന്വേഷിച്ച് അവിടെ എത്തിയ ജോൺ ഈ കുറിപ്പ് കാണുകയും തന്റെ ഫാമിലി സുരക്ഷിതരാണെന്ന് മനസ്സിലാക്കിയ അയാൾക്ക് സന്തോഷമാവുകയും ചെയ്യുന്നു. ഇതേസമയം അലിസൺ നേതനെയും കൂട്ടി ഒരു മെഡിക്കൽ ഷോപ്പിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും അവിടേക്ക് കുറച്ച് കള്ളന്മാർ വരികയും അവിടെ ഉണ്ടായിരുന്നവർക്ക് നേരെ വെടിയുതിർക്കുകയും ചെയ്യുന്നു. പേടിച്ചുപോയ നേതനും അലിസണും അവരുടെ കണ്ണിൽപ്പെടാതെ ആ മെഡിക്കൽ ഷോപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങുന്നു. ഷോപ്പിന് പുറത്തുണ്ടായിരുന്ന ഒരു ഫാമിലിയോട് അലിസൺ ലിഫ്റ്റ് ചോദിക്കുന്നു. അവരാകട്ടെ യാതൊരു എതിർപ്പും കൂടാതെ അവരെ രണ്ടുപേരെയും കാറിൽ കയറ്റി അവിടെ നിന്നും കൊണ്ടുപോകുന്നു. അവരോടൊപ്പം പോകുന്നതിനിടയിൽ ആലിസൺ അവരോട് പറയും, ഞങ്ങളെയും ആർമി സെലക്ട് ചെയ്തിരുന്നു, പക്ഷെ എന്റെ മകൻ ഒരു അസുഖക്കാരനായതുകൊണ്ട് അവർ ഞങ്ങളെ കൊണ്ടുപോകാതിരിക്കുകയാണ് ചെയ്തത്. അത് കേട്ടതോടെ ആ കാർ ഓടിക്കുന്ന വ്യക്തി ഒരല്പം ഡിഫറന്റ് ആയിട്ട് പെരുമാറാൻ തുടങ്ങി. ഒരു കാരണവശാലും ആർമിക്കാർ അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെന്താ അസുഖം കൊണ്ടുപോയവരെ കൊണ്ടുപോയാൽ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത ആർമി ബേസിലേക്ക് പോവാം എന്ന് അയാൾ അലിസണോട് പറയുന്നു. ഇതേസമയം ജോൺ ആവട്ടെ അലിസനെ ഫോൺ വിളിക്കുന്നതിന് വേണ്ടിയിട്ട് റേഞ്ച് കിട്ടാത്തതുകൊണ്ട് ഒരു വലിയ കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് അലിസനെ വിളിക്കുകയാണ്. പക്ഷെ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ കാരണം അവർക്ക് കൂടുതൽ സമയമൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. തുടർന്ന് ആ കെട്ടിടത്തിന് മുകളിൽ ഒരു സംഘം ആൾക്കാർ വന്ന് ലോകം അവസാനിക്കാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പാർട്ടി നടത്തുന്നത് ജോൺ കാണുന്നു. അവർ നോക്കി നിൽക്കെ തന്നെ ദൂരെ ഒരു സ്ഥലത്ത് ഒരു കോമറ്റിന്റെ പീസ് വന്ന് പൊട്ടിത്തെറിക്കുന്നത് അവർ സന്തോഷത്തോടെ ആർപ്പുവീളികളോടെ ആഘോഷിക്കുന്നു. സൈക്കോ ടീമാണെന്ന് തോന്നുന്നു. നമ്മുടെ ടൈറ്റാനിക് പൊട്ടിത്തകരാൻ പോകുമ്പോൾ വയലിൻ വായിച്ച ടീമിന് ഓർമ്മയില്ലേ? അതുപോലെ. പക്ഷെ ആ ടീം സൈക്കോ ആയിരുന്നില്ല കേട്ടോ. മരണഭയത്തിൽ നിന്നും ആൾക്കാരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തത്. പക്ഷെ ഇവർ കട്ട സൈക്കോസാണ്. ഇതേസമയം മറുവശത്ത് ആ കാറിൽ വെച്ച് അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നമ്മുടെ അലിസൺ ഞങ്ങളെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കി വിട്ടാൽ മതിയെന്ന് പറയുന്നു. പക്ഷെ അയാൾ എന്താ ചെയ്തത്? ആലിസനെ അടുത്ത ജംഗ്ഷനിൽ ഇറക്കി വിട്ടിട്ട് നേതനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് അവിടെ നിന്നും പോകുന്നു. അലിസൺ കരഞ്ഞലറി വിളിച്ചുകൊണ്ട് ആ കാറിന് പിന്നാലെ ഓടിയെങ്കിലും അവൾക്ക് മകനെ വീണ്ടെടുക്കാനായില്ല. അങ്ങനെ ആ കുടുംബത്തിലെ 3 പേരും 3 സ്ഥലങ്ങളിലായി സ്പ്ലിറ്റായി പോവുകയാണ്. ഇതേസമയം ജോണാവട്ടെ കാനഡയിലേക്ക് പോകുന്ന കുറച്ച് ആളുകളുടെ കൂടെ കയറി അലിസൺ പറഞ്ഞതുപോലെ അവളുടെ അച്ഛന്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആ ട്രക്കിലുണ്ടായിരുന്ന കോളിൻ എന്നൊരു വ്യക്തി ജോണിനോട് ചില കാര്യങ്ങൾ പറയുന്നു. ഇതുപോലൊരു കോമറ്റ് ഭൂമിയിൽ വന്ന് പതിക്കുമെന്ന് ഗവൺമെന്റിന് വളരെ നേരത്തെ തന്നെ അറിയാമായിരുന്നു. പക്ഷേ അത് അവർ ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. ആ കോമറ്റിന്റെ ആഘാതങ്ങളെ അതിജീവിക്കുന്നതിന് വേണ്ടി ഗ്രീൻലാൻഡിൽ US ആർമി സേഫ് ബങ്കറുകൾ നിർമ്മിച്ചു വെച്ചു. പക്ഷെ അവിടേക്ക് എല്ലാവരെയും കൊണ്ടുപോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഓരോ പ്രൊഫഷനുകളിലെയും ബെസ്റ്റ് ആൾക്കാരെ ഗവൺമെന്റ് തെരഞ്ഞെടുത്തു. അങ്ങനെയാണ് ബെസ്റ്റ് എഞ്ചിനീയറായ ജോണും കുടുംബവും ആ ലിസ്റ്റിൽ പെടുന്നത്. എല്ലാം അവസാനിച്ചതിന് ശേഷം വീണ്ടും ഒരു പുതു ലോകം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി നിങ്ങളെപ്പോലുള്ള ആൾക്കാരെ ആവശ്യമാണ്. അതായിരുന്നു സർക്കാരിന്റെ പ്ലാൻ എന്നിങ്ങനെ കോളിൻ ജോണിനോട് ഓരോ കാര്യങ്ങളും പറയുകയാണ്. ഇതേസമയം ആ ട്രക്കിലുണ്ടായിരുന്ന മറ്റൊരു വ്യക്തി ജോണിന്റെ കയ്യിലുള്ള ഒരു പ്രത്യേകതരം ടാഗ് കാണുന്നു. ഈ ടാഗുള്ളവരെ മാത്രമാണ് US ആർമി ഫ്ലൈറ്റിലേക്ക് അലോ ചെയ്യുന്നതും ഗ്രീൻലാൻഡിലേക്ക് രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നത്. അത് മനസ്സിലാക്കിയ അവൻ ജോണിന്റെ കയ്യിൽ നിന്നും ആ ടാഗ് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുന്നു. കോളിനാവട്ടെ അവനെ തടഞ്ഞു നിർത്തി ജോണിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ ജോണിന്റെ കൈകൊണ്ട് ആ വ്യക്തി മരണപ്പെടുന്നു. പക്ഷെ നിർഭാഗ്യമെന്ന് പറയട്ടെ, ആ അടിപിടിക്കിടയിൽ കോളിൻ കൊല്ലപ്പെടുന്നു. ഇതേസമയം നേതനെ തട്ടിക്കൊണ്ടുപോയ ആ ഫാമിലി ഒരു ആർമി ബേസിലെത്തുന്നു. നേതന്റെ കയ്യിലുള്ള ആ ടാഗ് കാണിച്ച് ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെടുകയായിരുന്നു അവരുടെ പ്ലാൻ. എന്നാൽ നേതനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാരോട് ഇവർ തന്റെ പാരന്റ്സ് അല്ല എന്നും എന്നെ തട്ടിക്കൊണ്ടുവന്നതാണെന്നും പറയുന്നു. അതോടെ ആർമി ഉദ്യോഗസ്ഥർ നേതനെ അവരുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തി അവിടെ ഉണ്ടായിരുന്ന ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു.
കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അലിസണും അങ്ങോട്ടേക്ക് എത്തുന്നു. അലിസണിൽ നിന്നും കാര്യങ്ങൾ അറിഞ്ഞ ഒരു പട്ടാളക്കാരൻ അവളെ നേതന്റെ അടുത്ത് കൊണ്ടുവന്നാക്കുന്നു. അലിസണെയും നേതനെയും മറ്റൊരു ക്യാമ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യാമെന്ന് അവർ പറഞ്ഞപ്പോൾ, വേണ്ട, എനിക്ക് എൻ്റെ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്തു തന്നാന്ന് നാക്കൊടക്കി എന്തെങ്കിലും അറേഞ്ച്മെന്റ്സ് ചെയ്തു തന്നാൽ മതിയെന്ന് അലിസൺ അവരോട് ആവശ്യപ്പെടുന്നു. അങ്ങനെ അവരെ അവിടെ നിന്നും കൊണ്ടുപോകുന്നതിനായി അവർ ഒരു ബസ് അറേഞ്ച് ചെയ്യുന്നു. ഇതേസമയം നമ്മുടെ ജോൺ അലിസന്റെ അച്ഛന്റെ വീട്ടിലെത്തിയിരുന്നു. പക്ഷേ അലിസനും നേതനും അവിടെ എത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നുള്ള ഒരു ടെൻഷൻ നമ്മുടെ ജോണിനുണ്ടാവുന്നു. ജോൺ എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ആ സമയത്ത് ഞങ്ങൾ വീടിനടുത്തെത്തിയെന്നും പറഞ്ഞ് അലിസണിന്റെ ഒരു കോള് അങ്ങോട്ടേക്ക് വരുന്നു. അതോടെ ജോണിന് സമാധാനമാവുന്നു. ഉടനെ തന്നെ അലിസന്റെ അച്ഛനും ജോണും കൂടി അവരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ അവസാനം ആ 3 പേരും വീണ്ടും ഒന്നിക്കുന്നു. ശേഷം അവർ നേരെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു. അലിസന്റെ അച്ഛന്റെ വീട്ടിലേക്കാണ്, സ്വന്തം വീട്ടിലേക്കല്ല. തുടർന്ന് നമ്മുടെ ജോണിന് കോളിൻ പറഞ്ഞ ഒരു കാര്യം ഓർമ്മ വരുന്നു. കാനഡയിൽ നിന്നും ഇന്ന് ഒരു ഫ്ലൈറ്റ് ഗ്രീൻലാൻഡിലേക്ക് പോകുന്നുണ്ട്. അതിൽ കയറാൻ സാധിച്ചാൽ നമുക്ക് രക്ഷപ്പെടാനാവും. അങ്ങനെ ജോണും കുടുംബവും ആ ഫ്ലൈറ്റിൽ കയറി രക്ഷപ്പെടാൻ തീരുമാനിക്കുന്നു. പക്ഷേ ആലിസന്റെ അച്ഛൻ അവരോടൊപ്പം പോവാൻ വിസമ്മതിക്കുന്നു. ആലിസൺ ഒരുപാട് പറഞ്ഞു നോക്കിയെങ്കിലും തന്റെ അവസാന ദിവസങ്ങൾ ആ വീട്ടിൽ തന്നെ ചെലവഴിക്കാനായിരുന്നു അയാൾ തീരുമാനിച്ചത്. അങ്ങനെ വളരെ ഇമോഷണലായി അയാളോട് യാത്ര പറഞ്ഞിട്ട് അലിസൺ ജോണിനോടും നേതനോടുമൊപ്പം കാനഡയിലേക്ക് പുറപ്പെടുന്നു. പോകുന്ന വഴി അത്ര എളുപ്പമായിരുന്നില്ല. യാത്രാമധ്യേ അവരുടെ കാറുകൾക്ക് മുന്നിൽ നിരവധി കോമറ്റുകൾ വന്ന് പതിക്കുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഭാഗ്യവശാൽ അവർ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. പക്ഷെ അവരുടെ കൺമുന്നിൽ വെച്ച് തന്നെ നിരവധി പേർ മരിക്കുന്നത് അവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു. ഒടുവിൽ എങ്ങനെയൊക്കെ കൂടി അവിടെ നിന്ന് രക്ഷപ്പെട്ട് അവർ എയർപോർട്ടിലേക്ക് എത്തിയപ്പോഴേക്കും അവസാനത്തെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ജോൺ കൂടുതലൊന്നും ചിന്തിക്കാതെ കാർ ഓടിച്ച് റൺവേയിലേക്ക് കയറ്റുന്നു. അതോടുകൂടി ഫ്ലൈറ്റ് സ്റ്റോപ്പ് ചെയ്യുന്നു. അങ്ങനെ ജോണും അലിസണും നേതനും ആ ഫ്ലൈറ്റിൽ കയറി ഗ്രീൻലാൻഡിലേക്ക് രക്ഷപ്പെടുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴേക്കും ആ വിമാനം ഗ്രീൻലാൻഡിലേക്ക് എത്തുന്നു. അവർക്ക് ലാൻഡ് ചെയ്യേണ്ട സ്ഥലത്തിന് തൊട്ടടുത്താണ് അവരിപ്പോഴുള്ളത്. പക്ഷെ എന്തു പറയാൻ, ഒരു വലിയ കോമറ്റ് അതിന് കുറച്ചകലെയായിട്ട് വന്ന് പതിക്കുന്നു. അതിന്റെ ആഘാതത്തിൽ അവരുടെ പ്ലെയിൻ ക്രാഷ് ആവുന്നു. ആ അപകടത്തിൽ ആ പ്ലെയിനിന്റെ പൈലറ്റ് മരണപ്പെടുന്നു. പക്ഷെ ബാക്കിയുള്ള യാത്രക്കാർക്കാർക്കും യാതൊരുവിധ അപകടവും പറ്റിയില്ല. മലമുകളിൽ നിൽക്കുകയായ ജോണിനെയും സംഘത്തിനെയും താഴെ ആർമി ബേസിലുള്ള പട്ടാളക്കാർ കാണുന്നു. ഉടനെ തന്നെ അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് ട്രക്കുകൾ അയക്കുന്നു. അങ്ങനെ അവരെല്ലാവരും സേഫ് ബങ്കറിലേക്ക് എത്തിച്ചേരുന്നു. ഏറെ താമസിയാതെ തന്നെ വളരെ വലിയ കോമറ്റുകൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് എത്തിച്ചേരുന്നു. അത് ഭൂമിയിലേക്ക് പതിക്കാൻ തുടങ്ങി. വലിയ വലിയ ഭൂമികുലുക്കങ്ങളും സുനാമികളും രൂപപ്പെട്ടു തുടങ്ങി. ലോകം തന്നെ സർവനാശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ ബങ്കറിലുള്ള എല്ലാവരും ജീവന് വേണ്ടി കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. ജോൺ തന്റെ ഫാമിലിയോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷകരമായ നിമിഷങ്ങൾ ഓരോന്നും ഓർത്തെടുക്കുന്നു. തുടർന്ന് ഒരു വലിയ പൊട്ടിത്തെറിയുണ്ടാവുന്നു. കുറച്ച് സമയങ്ങൾക്ക് ശേഷം എല്ലാം ശാന്തമാവുന്നു. ഒരു കൊടുങ്കാറ്റിന് ശേഷമുള്ള ശാന്തത, കലിതുള്ളി ആർത്ത പ്രകൃതിക്ഷോഭങ്ങൾക്ക് ശേഷമുള്ള ശാന്തത. ലോകം മുഴുവൻ കത്തിയമർന്ന് ഒരു പിടി ചാരമായി മാറിയിരുന്നു. ഒരു നഗരം പോലും അതിനെ അതിജീവിച്ചില്ല. അമ്പരചുംബികളായ കെട്ടിടങ്ങളും പുൽനാമ്പുകളും അടക്കം വെറും പുകപടലങ്ങളായി മാറിയിരിക്കുന്നു. പൊടിപടലങ്ങൾ കാലങ്ങളോളം സൂര്യനെ മറച്ചു. ഇരുട്ട് മാത്രമായി ഭൂമി വെറും പാഴ്നിലമായി മാറിയിരിക്കുന്നു. അങ്ങനെ നീണ്ട 9 മാസങ്ങൾക്ക് ശേഷം ആ സേഫ് ബങ്കറുകൾ തുറക്കുന്നു. ഒരു ലോകാവസാനത്തെ അതിജീവിച്ച ഒരു ജനതയാണ് അതിനുള്ളിലുള്ളത്. അവർക്ക് മുന്നിലേക്ക് വീണ പ്രകാശകിരണങ്ങൾ പ്രതീക്ഷയുടെ പുതുനാമ്പുകളായി അവർ നോക്കി നിൽക്കുന്നു. കോമറ്റുകൾ പതിച്ച ഭൂമിയുടെ ഭാഗങ്ങൾ ഇപ്പോഴും തീഗോളങ്ങൾ പോലെ ജ്വലിച്ചുകൊണ്ടേയിരിക്കുന്നു. ജോണും കൂടെയുണ്ടായിരുന്നവരുമെല്ലാം പുതുലോകത്തിലേക്ക് പ്രതീക്ഷയോടെ കാലെടുത്തു വയ്ക്കുന്നു. പ്രതീക്ഷയുടെ പുതു ചിറകടികൾ പോലെ ഒരു കൂട്ടം പക്ഷികൾ ഗ്രീൻലാൻഡിലൂടെ പറന്നു പോകുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുന്നു.